നമസ്കാരം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ ജനിച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മളുടെ ഐഡന്റിറ്റിയിൽ നമ്മൾക്ക് അഭിമാനം തോന്നാറുണ്ടോ? അതോ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കാറുണ്ടോ? പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ കുടിയേറി ജീവിക്കുന്ന ആളുകൾ അവരുടെ ഐഡന്റിറ്റിയെ പരമാവധി ഒളിക്കാൻ ശ്രമിക്കും. നമ്മൾ വെസ്റ്റേണേഴ്സിൻ്റെ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻസിൻ്റെ രീതിയിലേക്ക് മാറാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ സബ്വേയിൽ, അല്ലെങ്കിൽ പാർക്കിംഗ് ലോട്ടിൽ, മാളുകളിൽ, കടകളിൽ, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മളല്ലാതെ ആകാൻ ശ്രമിക്കുന്നതാണോ അതോ നമ്മൾ കുറച്ചും കൂടെയും കൾച്ചേർഡ് ആകാൻ ശ്രമിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ വലിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഫീച്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പേരുകളാണ്. വളരെ കെയർഫുള്ളായിട്ട് ആലോചിച്ചാണ് പേരുകൾ പലപ്പോഴും പേരൻസ് ചൂസ് ചെയ്യാറ് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ആലോചിച്ച് ചൂസ് ചെയ്ത് പേരിടുമ്പോൾ പൊട്ടത്തരം ഇടും എന്ന് മാത്രം. ഓരോ കുഞ്ഞുങ്ങൾക്കും പേരിടുന്നത് പല താല്പര്യങ്ങളുടെ പുറത്തായിരിക്കാം. ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ഒരു പിതാവ് ചിലപ്പോൾ മകന് ഇടുന്നത് സച്ചിൻ എന്നായിരിക്കാം, അല്ലെങ്കിൽ ധോനി എന്നായിരിക്കാം. സോക്കറിനോട് പ്രിയമുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലായിരിക്കാം റൊണാൾഡോ എന്നോ മെസ്സി എന്നോ ഒക്കെ ആയിരിക്കാം പേരിടുക. അങ്ങനെ ഓരോ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ ഇടുന്ന പേരുകൾ ആ രീതിയിലായിരിക്കും. അല്ലാതെ ഇടുന്ന ആളുകളുണ്ട്. ഇപ്പം എൻ്റെ പേര് വിജോ എന്നാണ്. വിമല എന്ന അമ്മയുടെ പേരിൻ്റെ ആദ്യ സിലബിളും ജോസ് എന്ന എൻ്റെ അപ്പൻ്റെ പേരിൻ്റെ ആദ്യ സിലബിളും എടുത്തിട്ടാണ് വിജോ എന്ന് യോജിപ്പിച്ചിട്ടത്. അർത്ഥവത്തായ പേര് തന്നെ. ആ കാലഘട്ടത്തിൽ വിജോ, റിജോ, ലിജോ, സിജോ, മെജോ, അജോ എന്നും പറഞ്ഞ് 2 സിലബിളുകളുള്ള പേരുകൾ ധാരാളം ആ സമയത്തുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ഒരു ട്രെൻഡായിരുന്നു. അതിനുശേഷം ആ ട്രെൻഡ് മാറി. ഇപ്പോൾ പേരിടുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് വെസ്റ്റേണൈസ് ആയിട്ടുള്ള പേരുകൾ, റൊണാൾഡോ, റോളണ്ട്, ജാക്ക്, അങ്ങനെയൊക്കെയുള്ള പേരുകൾ ധാരാളം നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ പേരുകൾ, നല്ല നല്ല പേരുകൾ ഉണ്ടായിട്ട്, വളരെ ക്ലാസിക് ആയിട്ടുള്ളതും അത് തന്നെ വളരെ ഫിൽറ്റർ ചെയ്ത് നന്നായിട്ട് വിലോപിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് മോഡിഫൈ ചെയ്തുള്ള പേരുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ക്രിസ്ത്യൻസിനെ എടുത്തു നോക്കുക. ക്രിസ്ത്യൻസിന് പഴയ പേരുകളൊക്കെ ഇപ്പോൾ ഇടുന്നത് വളരെ കുറവാണ്. വളരെ യുണീക്കായിട്ടുള്ള പേരുകളായിരുന്നു ക്രിസ്ത്യൻസിന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. വർഗീസ്, യോഹന്നാൻ, ദേവസി, കുര്യൻ, കുര്യാച്ചൻ, ഒരു അച്ഛൻ്റെ പേര്, ഒരു അറിയപ്പെടുന്ന ഒരു അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി അച്ഛൻ്റെ പേര് മണവാളൻ, ഫാദർ മണവാളൻ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം എന്ന് തോന്നുന്നു, പോൾ മണവാളൻ. പോള് തന്നെ, പോളച്ചൻ, പൗലോസ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള പേരുകൾ ഇടാൻ ആളുകൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ പേരുകളിൽ നമുക്ക് അല്പം കുറവ് തോന്നിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഉണ്ട്. ഞാനും അങ്ങനെ വിചാരിച്ച് വിദേശ രാജ്യത്ത് പോകണം, അതും ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്ത് പോകണം, അവിടെ ജീവിക്കണം, അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർ ഇംഗ്ലീഷ് സംസാരിക്കണം, അവരുടെ പേരുകൾ ഇംഗ്ലീഷ് പേരുകളായിരിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഞാനതിൽ അത്ര അഭിമാനിക്കുന്നില്ല. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത്
ഞാനൊരു കനേഡിയനാണെന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതായിരിക്കും എനിക്ക് കുറച്ചും കൂടെ അഭിമാനം എന്ന് തോന്നുന്നു. കാനഡ മോശമായിട്ടല്ല, പക്ഷെ ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും ഒക്കെ അവിടെ ആയിരുന്നതുകൊണ്ടും പൊതുവേ ആരോട് സംസാരിച്ചാലും ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല. സൗത്ത് ഏഷ്യയിലെ എവിടെ നിന്നാണെന്ന് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭാഗത്ത് നിന്നാണെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ അവരോട് പറഞ്ഞാൽ മതിയായിരിക്കും. അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ആ കേരളീയത അല്ലെങ്കിൽ കേരള തനിമ എടുത്തു കാണിക്കാൻ ഫസ്റ്റ് ആ പേര്, നമ്മുടെ വ്യക്തിയുടെ പേര് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. നമ്മൾ പേരിടുന്നത് വളരെ വ്യത്യാസമായിട്ടുള്ള പേരുകളാണ്. ഇവിടെ തന്നെ ഈ നോർത്ത് അമേരിക്കൻസിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പേരുകൾ, മോഡേൺ പേരുകൾ, വളരെ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ മതം ഏതെങ്കിലും റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറിനെ ബാധിക്കാത്ത രീതിയിൽ, അതുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലുള്ള ഒരുപാട് പേരുകളുണ്ട്. അതിനൊക്കെയാണ് ഇപ്പോൾ നമ്മളും ഈ പറഞ്ഞ മാതിരി ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും ഇവരൊക്കെ ഇടുന്നത്. ഹിന്ദുസിൻ്റെ ഇടയിലും പേരുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രാജൻ എന്നുള്ള പേര് ഇപ്പോൾ നമ്മൾ രാജൻ എന്ന് വിളിക്കാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത് രാജ് എന്നാണ് പേരിടാറ്. അർജുനൻ എന്നില്ല, അർജുൻ എന്ന് പേരിടാറ്. എന്തിനു പറയുന്നു, കേരളം എന്ന പേര് ഇപ്പോൾ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. ആരെങ്കിലും ഇപ്പോൾ ഒരു പഞ്ചാബിയോ അല്ലെങ്കിൽ ഗുജറാത്തിയോ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഐ എം ഫ്രം കേരള. എന്തുകൊണ്ട് നമ്മൾ കേരളം എന്ന് പറയുന്നില്ല? ആ കേരളീയതയെ അല്ലെങ്കിൽ മലയാളത്തെ എന്തോ കുറച്ചിൽ പോലെ നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പലപ്പോഴും നമ്മൾ പൊതുസ്ഥലങ്ങളിൽ, ഈ കാനഡയിലും മറ്റും പൊതുസ്ഥലങ്ങളിൽ മലയാളം സംസാരിക്കാറില്ല. മലയാളത്തിൽ സംസാരിക്കുന്നത് വളരെ കുറവാണ്. അതേസമയം ചൈനീസ് ആളുകൾ അല്ലെങ്കിൽ മറ്റ് ഭാഷയിലുള്ള ആളുകൾ അവരൊക്കെ അവരുടെ ഭാഷയിൽ സബ്വേയിലായാലും അല്ലെങ്കിൽ മറ്റ് പൊതു സ്ഥലങ്ങളിലായാലും ആളുകളിലായാലും അവരുടെ കുഞ്ഞുങ്ങളും അവരും തമ്മിലുള്ള സംസാരം അതേ ഭാഷയിലാണ്, പ്രത്യേകിച്ച് ചൈനീസ് ആളുകൾ. നമ്മൾ അതേസമയം നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒന്നുകിൽ നമുക്ക് നമ്മുടെ ഭാഷയോട് ഒരു എന്തോ പോരായ്മ തോന്നുന്നുണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് തോന്നുന്നത്. അപ്പം നമ്മുടെ പേരിനോടുള്ള അഭിമാനക്കുറവ് അല്ലെങ്കിൽ പേരിനുള്ള ആ ഒരു മാറ്റം എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു സംസ്കാരത്തോടുള്ള ഒരു മുഖം തിരിവ്, ഇൻഡിഫറൻസ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും.